എൻ്റെ എല്ലാ വീഡിയോസിലും കമൻറ്റിൻ്റെ അടിയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കണക്കാണ്. ബ്രോ ഞാൻ 100 CV അയച്ചു, ഞാൻ 150 ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല എന്ന്. മാറ്റം വരേണ്ട സമയത്ത് നമ്മൾ മാറുക തന്നെ ചെയ്യണം. അതല്ല ഞങ്ങൾ UK വന്നത് ഒന്നിച്ചാണ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നത് ഒന്നിച്ചാണ്, ആ സെൻറ്റിമെൻറ്റ്സും വെച്ചുകൊണ്ടിരുന്നാൽ ബ്രോ എങ്ങനെയാണ് ഇത്ര ആൾക്കാരെ കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യണത്? ഞാൻ എല്ലാവരോടും പോയി പിച്ചെടുത്ത് തന്നെയാണ് വീഡിയോ ചെയ്യണത്. ഈ കോഴ്സുകൾ നമ്മൾ കാശ് കൊടുത്ത് തന്നെ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് എന്താണ് സ്റ്റാർ മെത്തേഡ്, എന്താണ് ഡൂ മെത്തേഡ്, എന്താണ് 5D റൂൾസ്. ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ UK UK ഇനി വരാൻ പോണവർക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം എൻ്റെ വൈഫിൻ്റെ ഗ്രാജുവേഷൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാവരും ഇട്ടു. എടാ പ്രൊഫഷനിൽ തന്നെ ജോലി കിട്ടി, സ്പോൺസർഷിപ്പിൻ്റെയും കിട്ടി, എല്ലാം കിട്ടി, നീ സെറ്റ് ആയില്ലേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലി UK വന്ന കാലം മുതലുള്ളവർ ചിലവർ പറഞ്ഞു, അല്ലെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കി എല്ലാം ചെയ്തെടുത്തൂലടാ എന്നുള്ള രീതിയിൽ, അതായത് ഒരു സെൽഫിഷ് ആണ് നീ എന്നുള്ള രീതിയിലും ചിലർ ടോക്ക് പറഞ്ഞു. എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഞാൻ എന്തൊക്കെ UK ചെയ്തിട്ടുണ്ടോ അതെല്ലാം എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ വൈഫ് വരെ ചില കാര്യത്തിൽ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു കോഴ്സ് ഇപ്പം അങ്ങ് എടുത്തല്ലേ ഉള്ളൂ, അതിപ്പോൾ യൂട്യൂബിൽ പറയേണ്ട കാര്യമുണ്ടോ എന്ന് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കാര്യവും പറഞ്ഞിട്ടുണ്ട്. അത് 10-20 വീഡിയോയിലായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊരൊറ്റ വീഡിയോയിലായിട്ട് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ ഇല്ലയോ, UK വരുമ്പം ഒരു പ്രൊഫഷണലെടുത്ത് ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റ് പാസ്സാക്കി വെച്ച് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ചില ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്താണ് നിങ്ങളുടെ ഡ്രൈവിംഗ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോം പൊക്കി കാണിക്കാം, എനിക്ക് ഇതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റ് അടുത്ത മാസം ഉണ്ട്. അത് ഭയങ്കര ആഡഡ് പോയിന്റാണ്. കാര്യം എൻ്റെ വൈഫിന് അതിനു മുമ്പ് വന്നത് ചെന്ന ഉടനെ ഡ്രൈവിംഗ് ഉണ്ടോ ഇല്ല, പക്ഷേ നമുക്ക് പറയാം പ്രൊഫഷണലെടുത്തു, തിയറി പാസ്സായി, പ്രാക്ടിക്കലിന് ഡേറ്റ് എടുത്തേക്കും. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ UK വരുമ്പോൾ മാക്സിമം എന്തോരം സർട്ടിഫിക്കേഷൻ ഇവിടെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യണം. ചില സ്റ്റുഡൻസ് ചെയ്യണ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. നമുക്കറിയാം ഇവിടെ ഒരു മാസം പണിയെടുത്താൽ നമുക്കൊരു 1.5 ലക്ഷം രൂപ കിട്ടും. ചിലർ അങ്ങനെ തന്നെ നാട്ടിലോട്ട് കാശ് അയച്ച് നാട്ടിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ബി ഹോണസ്റ്റ്, ഞാൻ കഴിഞ്ഞ 6 വർഷം കുവൈറ്റിലായിരുന്നു. ഞാൻ UK വന്നതിന് മുമ്പാണ് എൻ്റെ വീട് പണി തുടങ്ങിയത്. ഈവൻ തേപ്പ് തുടങ്ങി, തേപ്പും ആ ഒരു വൈറ്റ് സിമെൻ്റ് അടിച്ച് ഞാൻ അവിടെ നിർത്തിയിട്ട് ഏകദേശം 2.5 വർഷം എടുത്തു ഞാൻ അതിലോട്ട് പിന്നെ കാശ്. അതെൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ല, കാര്യം നമ്മൾ UK വന്നപ്പം ഇവിടുത്തെ പോസിബിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കാനാണെങ്കിലും എല്ലാം ഞാൻ ഏകദേശം ഒരു 2000 പൗണ്ട്, അതായത് നാട്ടിലെ 2 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ വൈഫിനൊരു കോഴ്സ് പഠിക്കാൻ, അതായത് ഇവിടെ പഠിക്കാൻ വന്ന കോഴ്സ് അല്ലാതെ വേറൊരു ഷോർട്ട് ടൈം കോഴ്സ് എടുക്കാൻ ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ മേളിൽ അങ്ങനെ ചിലവാക്കിയിട്ടുണ്ട്. കാര്യം ഇവിടെ നമുക്ക് ചിലവാക്കിയാൽ തന്നെയാണ് ചില കോഴ്സുകൾ പഠിക്കാൻ പറ്റും. ഈ കോഴ്സുകൾ നമ്മൾ കാശ് കൊടുത്ത് തന്നെ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫ്രീ ആയിട്ട് ഓൺലൈൻ കോഴ്സുകളുണ്ട്, സർട്ടിഫിക്കേഷൻ തന്നെ കോഴ്സുകൾ. അതിനെപ്പറ്റി നമ്മുടെ അഖിലയാണെങ്കിലും അഷ്കർ ഖാനാണെങ്കിലും ഇവർ രണ്ടുപേരും IT സ്പോൺസർഷിപ്പ് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ അർച്ചന ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടിയ ആളുകൾക്കുടെ വീഡിയോ കാണും. ഓക്കെ, ഇപ്പം എൻ്റെ വൈഫിന് സ്പോൺസർഷിപ്പ് കിട്ടിയ കാര്യം ചിലർ ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട്. ബി ഫ്രാങ്ക്, ഞാനൊരു യൂട്യൂബറാണ്, എനിക്ക് കുറച്ചൊക്കെ കോൺടാക്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ കോൺടാക്ട്സിൻ്റെ 1% പോലും എൻ്റെ വൈഫിന് ജോലിക്ക് വേണ്ടി യൂസ് ആയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആകെ എൻ്റെ വൈഫിന് യൂസ് ആയിക്കണ എൻ്റെ ഏത് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ടെങ്കിലും അവളാണ് വീഡിയോ എഡിറ്റ് ചെയ്യണതും എല്ലാം. അപ്പോൾ അവൾ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. എന്താണ് സ്റ്റാർ മെത്തേഡ്, എന്താണ് ഡൂ മെത്തേഡ്, എന്താണ് 5D റൂൾസ്. അപ്പോൾ എൻ്റെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ജോലി കിട്ടിയ ആൾക്കാരായിട്ട് മാക്സിമം കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പം ചിലവർ പറയാറുണ്ട് എൻ്റെ അടുത്ത്, ചിലവർ എന്നെ കാണുമ്പോൾ പറയും, അബീസ് ബ്രോന് 1 തവണ മെസ്സേജ് അയച്ചു, 2 തവണ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറയും ബ്രോ ചില സമയത്ത് തിരക്കുകൊണ്ട്. ഞാൻ ഈ NHSൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഞാൻ ജോബിന് കയറിയ പിന്നെ വെരി ഹോണസ്റ്റ്, എൻ്റെ കുടുംബ സത്യം, ഒത്തിരി പേർക്ക് NHS കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഇൻസിഡൻറ്റ് മാത്രം പറയാം. NHSൽ കഴിഞ്ഞ മാസം ഒരു കോഫി ഡേ ഉണ്ടായിരുന്നു. അതിൽ കോഫി കുടിക്കാൻ പോയപ്പം അവിടെ നിന്ന് ഒരുത്തൻ എന്നോട് പറഞ്ഞത്, ബ്രോ ഇന്ന് ഈ ടാഗ് ഞാൻ ഇടാൻ കാരണമുണ്ടെങ്കിൽ ബ്രോൻ്റെ വീഡിയോസ് കാരണമാണ്. ഞാൻ കാരണമല്ല, എൻ്റെ വീഡിയോസ് കാരണം. കാര്യം എൻ്റെ വീഡിയോസിൽ പല ആളുകൾക്കുടെ Band 2, Band 3, Band 4, Band 5, Band 7 വരെയുള്ള ആളുകൾക്കുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അതും Band 3 തന്നെ അഡ്മിനായിട്ടുള്ളതുണ്ട്, ടീൽ വർക്ക് ചെയ്യണവരുണ്ട്. അപ്പോൾ അങ്ങനെ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ കൂടെയുള്ള ആരെയും ഞാൻ
പേഴ്സണലി ഹെൽപ്പ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. എനിക്കത് 101% ഉറപ്പാണ്. കാര്യം ഞാൻ എവിടെ എന്ത് കണ്ടാലും അത് ഞാൻ അന്ന് തന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ കൂടി വന്ന ഒരു 2 3 ദിവസം കഴിയുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളവർ തന്നെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാണ് ഇപ്പം ആ ജോബ് ഓഫറിനെ പറ്റി എടുത്ത് യൂട്യൂബിലിട്ടത്, ഞങ്ങളൊന്ന് അപ്ലൈ ആ ഒരു പേരിൽ എനിക്ക് പ്രശ്നം വരെ ഉണ്ടായിട്ടുണ്ട്. അത് വേണമെങ്കിൽ വേറെ ഒന്നുമല്ല, ഗുളിവേഴ്സ് പാർക്കിൽ വെച്ച്. ഓക്കെ, ഞങ്ങൾക്ക് പോലും കിട്ടിയില്ല, അതിനു മുമ്പ് നീ യൂട്യൂബിലോട്ട് എടുത്ത് ഉണ്ടാക്കാൻ പോയത് എന്തിനാന്ന് തന്നെ എന്നോട് ചോദിച്ചവരുണ്ട്. മൂന്നാമത്തെ കാര്യം, എൻ്റെ എല്ലാ വീഡിയോസിലും കമൻറ്റിൻ്റെ അടിയിൽ കോമൺ ആയിട്ട് വന്ന ഒരു കണക്കാണ്, ബ്രോ ഞാൻ 100 CV അയച്ചു, ഞാൻ 150 ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല എന്ന്. അതിന് ഭയങ്കര ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിൽ ഹസ്ന പറഞ്ഞത്. ഒരു 87 ജോബ് ആപ്ലിക്കേഷനിൽ നിന്നാണ് അവൾക്ക് ഫൈനലായിട്ടൊരു നല്ലൊരു പോസ്റ്റിലോട്ട് എത്താൻ പറ്റി. അപ്പം നിങ്ങളുടെ CV റിജക്റ്റ് ആവണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിലൊരു മാറ്റം വരുത്തുമോ, അല്ലെങ്കിൽ ജോബ് കിട്ടിയവർക്ക് ആ CV അയച്ച് അത് ക്ലാരിഫൈ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയിൽ ഒരു ഹെൽപ്പ് ചോദിക്കുമോ. അങ്ങനെ അതിനു വേണ്ടി എന്താണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പിന്നെ ജോലി കിട്ടിയവരെ കാണുമ്പം അവർക്ക് ജോലി കിട്ടി, അവരായിട്ട് മിണ്ടണ്ട, അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വയ്ക്കാതെ അവരെന്തൊക്കെ സ്റ്റെപ്സ് ചെയ്തു എന്ന് അവരോട് ഒരു മടിയും ഇല്ലാതെ ചോദിച്ച് മനസ്സിലാക്കുക. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. എല്ലാവരും ഓർക്കും അബീസ് ബ്രോ എങ്ങനെയാണ് ഇത്ര ആൾക്കാരെ കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യണത്. ഞാൻ എല്ലാവരോടും പോയി പിച്ചെടുത്ത് തന്നെയാണ് വീഡിയോ ചെയ്യണത്. ഞാൻ വീഡിയോക്ക് ചോദിക്കുമ്പം എല്ലാവരും എന്നോട് പറയണത് വീഡിയോയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ അവർക്കിടെ കാല് പിടിക്കണില്ല എന്നുള്ളൂ, ബാക്കി എല്ലാം ചെയ്തിട്ടാണ് എനിക്കൊരു വീഡിയോ തന്നെ. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്ലീസ് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണ്, എങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റും അതെല്ലാം പറഞ്ഞിട്ട്, എൻ്റെ ആവശ്യമാണ്, ഇത് എൻ്റെ ചാനലാണ്, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ പുതിയ പുതിയ കണ്ടൻറ്റുകളും പുതിയ നല്ല നല്ല ആളുകളെ കൊണ്ടുവന്നാലേ വരുള്ളൂ എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ പറയാം, പല ആളുകളും ആദ്യമായിട്ടേക്കും ക്യാമറയുടെ മുമ്പിൽ വന്നേക്കണത്, ഒരു സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് എൻ്റെ ക്യാമറ ത്രൂ വന്നവർ വരെയുണ്ട്. നാലാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം, ലിങ്ക്ഡിൻ പ്രൊഫൈൽ സ്ട്രോങ് ആക്കുക. ഇപ്പം വേറെ ഒന്നും വേണ്ട, ഏറ്റവും ഉദാഹരണം, എൻ്റെ വൈഫ് ജോലി കയറി ഇന്ന കമ്പനിയിൽ വർക്ക് കിട്ടി, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ PLC പ്രോഗ്രാം എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ച് പിന്നെ അവൾക്ക് എന്തോരം മെസ്സേജ് വന്നത് എന്തെന്നറിയോ, മെസ്സേജ് വന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ്, കർണാടകക്കാർ, തമിഴ്, മലയാളികളും ഉണ്ട് കേട്ടോ. പക്ഷെ മലയാളികൾ കുറവാണ്. മലയാളികൾക്കിടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മിക്കവർക്കിടെയും വീക്കാണെന്നാണ് എൻ്റെ വൈഫ് പറഞ്ഞിട്ടുള്ള അറിവ്. കാര്യം ഞാൻ ആ ഒരു മേഖലയിലോട്ട് ഓപ്പൺ ഞാൻ പോയിട്ടില്ല. അപ്പോൾ പക്ഷേ വൈഫ് പറയാറുണ്ട് നമ്മുടെ ആളുകൾക്കിടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഈ ചില ആളുകൾക്ക് ചില കമ്പനികൾ ഡയറക്റ്റ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ വെച്ച് വരെ ജോലി കിട്ടിയ കാര്യങ്ങളുണ്ട് ഇവിടെ. അതായത് നാട്ടിൽ ഇന്നതാണ്, പിന്നെ ഒരേ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യുമ്പം അത് കണ്ടിട്ട് വരെ ഒരേ കമ്പനി അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങളൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ആളുകൾ വരെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്. ഒരേ ആൾക്കാരെ കണക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അവർ വീഡിയോ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്, ചാനലിൽ വന്നതായിരിക്കും. അപ്പം അടുത്തത്, നമ്മുടെ സർക്കിള്, നമ്മൾ ഏത് സർക്കിളിലാണെന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തുക. ഇത് നമ്മുടെ ഫ്രണ്ട്സുകൾ തമ്മിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കണതോ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം ഞാൻ എവിടെ വീഡിയോ എടുക്കാൻ പോയാലും ഞാൻ ശരിക്കും ഡീപ്ലി ആളുകളെ ഒബ്സർവ് ചെയ്യണ ഒരാളാണ്. ഇപ്പം ചില സ്ഥലത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ്. ഇപ്പം ഷെഫീൽഡിൽ നമുക്കറിയാവുന്നൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് എന്ന് പറയുന്നത് അമ്മാരൊരു 7 പേരുണ്ട്. ആ 7 പേരും NHSലാണ് വർക്ക് ചെയ്യണം. അതേസമയം നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ അത് മോശപ്പെടുത്തുന്നില്ല. വേറൊരു സ്ഥലത്ത് ഒരു ഗ്യാങ് ഉണ്ട്, അവരെല്ലാം കെയറോമാണ് പോകണം. ഓക്കെ, പിന്നെ വേറൊരു ഗ്യാങ് ഉണ്ട്, അതായത് ഇപ്പം എൻ്റെ ചാനലിൽ വന്ന രാഹുൽ, നോബിൻ, അവരെല്ലാം വേറെ ഫീൽഡിലും നല്ല പ്രൊഫഷണലുണ്ട്. അതായത് നമ്മൾ ഒരു ഗ്യാങ്ങിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, നമുക്കും നല്ലൊരു ജോബ് കിട്ടണമെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ വരും. അതല്ല, നമ്മൾ നിൽക്കുന്ന ഗ്യാങ്ങിൽ എല്ലാവരും വെയർ ഹൗസിലാണ് പോകണമെങ്കിൽ ഓട്ടോമാറ്റിക് 5 പേര് വെയർ ഹൗസിലാണ് പോകണമെങ്കിൽ 6ാമത്തെ നമുക്കും വെയർ ഹൗസിൽ, അതങ്ങനെയാണ് വരുവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യത്തെ 11.5 മാസം വെയർ ഹൗസിൽ പോയത്. അന്നേരം ഞങ്ങളുടെ ഗ്യാങ് മൊത്തം വെയർ ഹൗസിലായിരുന്നു. അതിൽ നിന്ന് ഒരാളൊന്ന് സ്പ്ലിറ്റായി, ജിതിൻ സ്പ്ലിറ്റായി NHSൽ പോയി. അപ്പോൾ ജിതിൻ ചുമ്മാ എൻ്റെ അടുത്ത് അപ്ലൈ ചെയ്യേണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അരുൺ അപ്ലൈ ചെയ്തു, ഞാൻ ചെയ്തു. അങ്ങനെ നമ്മളത് ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അവർക്കൂടെ ഇപ്പം ഗൈഡ് ചെയ്യാനുണ്ടായില്ലെങ്കിലും നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഒരു മാറ്റം വരേണ്ട സമയത്ത് നമ്മൾ മാറുക തന്നെ ചെയ്യണം. അതല്ല ഞങ്ങൾ UK വന്നത് ഒന്നിച്ചാണ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നത് ഒന്നിച്ചാണ്, ആ സെൻറ്റിമെൻറ്റ്സും വെച്ചുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടം വരുമ്പം ഇവർ സ്പ്ലിറ്റ് ആകും. ചിലപ്പോൾ മാരേജ് കഴിഞ്ഞ് വൈഫിന് ഇന്ന സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ മാറിപ്പോണത്. എന്താണെങ്കിലും ഒരു ടൈം സ്പ്ലിറ്റ് ആകുമ്പം
നിങ്ങൾക്ക് നെഗറ്റീവ് അടി. ഓക്കെ, വേറെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാം. എൻ്റെ മനസ്സിൽ കൈ വെച്ചിട്ട് പറയാം, കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഷോപ്പിൽ പോയി. അവൻ ആ ഷോപ്പിൽ വിസയുണ്ട്. പക്ഷെ അവൻ പറയണത് ബ്രോ എനിക്ക് ഇവിടെ നിന്ന് ചാടണം, എനിക്ക് ഇവിടെ ഇനി നിൽക്കാൻ പറ്റൂല. എത്രത്തോളം നമ്മളിപ്പോൾ പറയും നമുക്ക് എങ്ങനെയെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടിയാൽ മതി, നമുക്ക് എങ്ങനെയെങ്കിലും UK നിന്നാൽ മതി. ആദ്യം ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മാറൂട്ട്. ഇതിപ്പോൾ അവൻ്റെ കേസ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ലേഡി ഉണ്ട്. അവളിപ്പം ഒരു 3 മാസം മുമ്പ് ദുബായിക്ക് പോയി. അവൾക്ക് കെയറോമിൽ വിസ കിട്ടിയത്. ഒരു 2 അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് അടിച്ചിരിക്കും. നമ്മൾ ഇത് ഞാൻ ആരെയും കുത്തി പറയണല്ല കേട്ടോ. കാര്യം ഞാൻ ഒത്തിരി ആളുകളെ കണ്ടാണ്. ചിലവർ പറയും ബ്രോ മടുത്തു ബ്രോ, അന്ന് സ്പോൺസർഷിപ്പിന് വേണ്ടി ഒരു കടുങ്കൈ ചെയ്ത് ഇങ്ങനെ കയറിപ്പോയി. പക്ഷേ ഇന്ന് എനിക്കതിൽ വിഷമം വന്നു. ഈ ഞാൻ ഷോപ്പിൽ കണ്ടു എന്ന് പറയണോനെ ഞാൻ മിക്കപ്പോഴും കാണും. അപ്പം പറയും ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പ് പോയാലും കുഴപ്പമില്ല, എന്താണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമോ ബ്രോ. ചോദിക്കുമ്പം എല്ലാവർക്കുടെയും ക്വാളിഫിക്കേഷൻ ഒന്നല്ലെങ്കിൽ MBA, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ മാസ്റ്റേഴ്സ് എടുത്തവരായിരിക്കും, ഇല്ലെങ്കിൽ നല്ലൊരു ഇതിൽ ഡിഗ്രി എടുത്തവരായിരിക്കും. UK വരുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ തന്നെയാണ് മിക്കവരും. ഒരു ഡിഗ്രി ഉള്ളവരാണ് വന്നത്. പിന്നെ ഇവിടെ നിന്നും ഒരു ഡിഗ്രി എടുക്കുമ്പം അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊരു നിങ്ങളെ ചിന്തിപ്പിക്കാനുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ ഞാൻ വലിയ സക്സസ് ആയോ, ഞാൻ ഒരിക്കലും ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം ബ്രോന് ഇങ്ങനെ പറയാം, ബ്രോന് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ട്, ഇൻസ്റ്റയിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഇതിക്ക് ഇപ്പം തുടങ്ങിയ കഥ കേട്ടോ. എൻ്റെ വൈഫ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഏത് കോഴ്സ് പഠിക്കാൻ പോകുമ്പോഴും ഞാൻ ഈവൻ ഒരു 100 പൗണ്ട് വരെ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാൻ ഇല്ലാത്ത സമയം വന്നിട്ടുണ്ട്. നല്ല റിസ്ക് എടുത്ത് തന്നെയാണ്. പക്ഷേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ വൈഫിന് ഒരു മാസം വെയർ ഹൗസിൽ എത്രയാണ് കിട്ടേണ്ടത്, അതിൻ്റെ ഏകദേശം ഒരു ഡബിളിൻ്റെ അടുത്ത് അവൾക്കൊരു പ്രൊഫഷണൽ ജോബ്. പിന്നെ വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ അതെ ഈ 2-3 ദിവസമായിട്ട് ഇപ്പം ജസ്റ്റ് വീട്ടിലിരുന്നാൽ മതി. ഒരു ഫിക്സഡ് ഞാൻ പൊക്കി പറയണതല്ല ഗൈസ്, നിങ്ങൾ അങ്ങനെ പറയണതല്ല. ഒരു പ്രൊഫഷണൽ ജോബ് ആകുമ്പം അതിൻ്റെ ഒരു സെക്യൂരിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രീഡം, അതിൻ്റെ ഒരു കംഫോർട്ട് എന്നൊക്കെ പറയണത് അത് വേറെ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും എന്നെ എന്താ പറയുക വെറുക്കരുത്. അഹങ്കാരം ഉണ്ട് സംസാരത്തിൽ എന്നൊന്നും തോന്നരുത് കേട്ടോ. കാര്യം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എൻ്റെ ഒപ്പം വേണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സ്വന്തം കാര്യം നോക്കി പോയതല്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെൻ്റെ വീഡിയോസിലോ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഓരോരുത്തരെ പേഴ്സണലി എനിക്ക് വിളിച്ച് എൻ്റെ വൈഫ് ഇന്നത് ചെയ്യുവാണ് അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിക്കും അങ്ങനെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ലായിരിക്കും. അതിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.